ടി ജി മോഹൻദാസിന് സംഭവിച്ചതാണ്. ടി ജി മോഹൻദാസിനെ പോലെയുള്ള ഒരു വ്യക്തി പറയുന്ന ഓരോ വാക്കുകളും ഇവിടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മോഹൻദാസിനോട് കാണിച്ച ആ ഒരു ട്രീറ്റ്മെന്റ് ആണോ കെ നായനാരോടും വി എസ് അച്യുതാനന്ദനോടും ഒക്കെ കാണികളോട് കളിക്കാൻ വന്നവരെ ഞങ്ങൾ തല്ലിക്കൊന്നു, കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, വെടിവെച്ചു കൊന്നു, ഇനിയും ഞങ്ങൾ കൊല്ലും എന്നൊക്കെ പബ്ലിക്കായിട്ട് പ്രസംഗിച്ച ഒരു വ്യക്തി 5 വർഷം ഇവിടെ നാട് ഭരിച്ച മന്ത്രിയായിരുന്നു. ഒരു ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് പ്രകടനങ്ങളോ കാര്യങ്ങളോ അതിക്രമിച്ച് കടക്കാനോ പറ്റില്ല. ആ പോലീസ് ആക്ഷന്റെ ഭാഗമായിട്ട് ലാത്തി ചാർജ് നടന്നെന്നിരിക്കും, ചിലപ്പോൾ വെടിവെയ്പ്പ് നടന്നെന്നിരിക്കും. അവർ മേൽവസ്ത്രം ഇങ്ങനെ ഉയർത്തി ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. RSS പബ്ലിക്കായിട്ട് പ്രസ്താവന ഇറക്കിയല്ലോ, പത്രക്കുറിപ്പ് ഇറക്കിയല്ലോ. ടി ജി മോഹൻദാസിന്റെ അഭിപ്രായങ്ങൾ RSSന്റെ അഭിപ്രായമല്ല. പബ്ലിക് പേഴ്സണാലിറ്റീസ് ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് സെലക്റ്റീവ് ആകുന്നു എന്നുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ട്. ടി ജി മോഹൻദാസ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത, നമ്മുടെ ജനാധിപത്യ രാജ്യത്തില് ഒരിക്കലും കേൾക്കാനും ആഗ്രഹിക്കാത്ത ഒരു പരാമർശം. കൊല്ലുക, വധിക്കുക, സ്ത്രീകൾ ബലാത്സംഗത്തില് ഇഷ്ടപ്പെടുന്നവരാണ് അവർ, അതുകൊണ്ടാണ് ആ ജന്തർ മന്ദറിൽ പോകുന്നത് എന്നുള്ള പ്രസ്താവനയാണ് ഈ പ്രതിഷേധത്തിന് ശേഷം പിന്നീട് കേരളത്തിൽ ആളിക്കത്തിയത്. അവിടെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അർജുൻ അയങ്കിയും കൂടി വരികയാണ്. അർജുൻ അയങ്കിയെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെട്ടെന്ന് തന്നെ പിടികൂടി. പക്ഷെ ഇത്തരം വർഗീയ പ്രസ്താവനകൾ ഇറക്കിയ ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് 11 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന ഒരു വലിയ തെറ്റല്ലേ, ഒരു അനീതിയല്ലേ? നോക്കൂ രേഷ്മ, ഇത് ഞാൻ ആദ്യം പറയട്ടെ. ടി ജി മോഹൻദാസിന്റെ ചില പ്രയോഗങ്ങളോട് എനിക്കും 100% വിയോജിപ്പ് തന്നെയാണുള്ളത്. ഇനിയും അതവിടെ ഇരിക്കട്ടെ. ഈ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ കേസ്, ആ വീഡിയോ മുഴുവൻ ഒന്ന് കാണുക. ഇതിൻ്റെ അകത്ത് എങ്ങനെ, ഏതിലാണ് ഈ പുള്ളിക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പ്രകാരം ഒരു കേസ് എടുത്തു കൊടുക്കാൻ പറ്റുക? അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ ഞാനായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ ഞാൻ അവിടെ കർഫ്യൂ അനൗൺസ് ചെയ്യും, കർഫ്യൂ പ്രഖ്യാപിക്കും, എന്നിട്ട് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ അനൗൺസ് ചെയ്യും. 3 ദിവസം വെയിറ്റ് ചെയ്യും. പിരിഞ്ഞു പോയില്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടാൻ നോക്കും. അക്രമാസക്തരാവുകയാണെങ്കിൽ ആകാശത്തേക്ക് ആദ്യം വെടിവെക്കും. പിന്നീട് ഞാൻ ഇവരെടുത്ത് വീണ്ടും പോലീസിന് വെടിവെക്കാനുള്ള കൽപ്പന കൊടുക്കും. സ്വാഭാവികമായിട്ട് വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ പരിക്ക് പറ്റും, ആൾക്കാർ മരിക്കും, അവരെ എടുത്ത് ആശുപത്രി കൊണ്ടാക്കും. ഇതാണ്. അതായത് ഞാനായിരുന്നു ഇന്ന സ്ഥാനത്തെങ്കിൽ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങൾ. ഇപ്പൊ കോടതി ഒരു റേപ്പ് പ്രതിയെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. നമ്മളിവിടെ നാട്ടിൻപുറത്തിരുന്ന് നമ്മൾ പരസ്പരം പറയുന്നത്, അവനെങ്ങാനും എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ കയ്യിലോട്ട് അവൻ പിന്നെ ജീവിതകാലത്ത് എഴുന്നേറ്റ് നടക്കില്ല, തല്ലി ഞാൻ കൊല്ലുമില്ലേ, ഇങ്ങനെ നമ്മൾ പറയാറില്ലേ? നമ്മൾ ഓരോരുത്തരെ പറ്റിയും അങ്ങനെ പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കുറ്റകരമാണെന്ന് നമ്മൾ പറയും. ആ രീതിയിലുള്ള ഒരു ഭാവനാത്മകമായ ഒരു ടോക്കാണ് അദ്ദേഹം അവിടെ നടത്തിയത്. ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ഇത് നമ്മൾ എവിടെയാണ് രേഷ്മ കേൾക്കാത്തത്? ഞാൻ അടുത്ത വിഷയത്തെ സ്ത്രീവിരുദ്ധ അതിലേക്ക് വരാം. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. സ്ഥിരം നമ്മളൊക്കെ ഞാനും രേഷ്മയും അടക്കമുള്ളവർ പറയുന്നതാണ്. ഇവനെയൊന്നും വെച്ചേക്കരുത്, ഒന്ന് കളഞ്ഞേക്കണം. ഒരു പ്രതിഷേധത്തെ പറ്റി പറയുന്നതും നമ്മൾ ഒരു വ്യക്തിയോട് പറയുന്നതിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ മൗനം പാലിച്ചതിൽ ഞാനായിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അപ്പൊ തന്നെ മാറ്റി നിർത്തിയേനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ചെയ്തേനെ എന്ന് ഞാൻ ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചോ. ഞാൻ പറയുകയാണ് എന്റെ യൂട്യൂബ് ചാനലിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടം വളരെ മോശമാണ്, ഞാനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് കേസാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ കേസെടുക്കാൻ പറ്റും. കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലേ, ടി ജി മോഹൻദാസിന് സംഭവിച്ചതാണ്. അതായത് നമ്മളിരുന്ന് വളരെ കൊളോക്കിയലായിട്ട്, വളരെ വ്യക്തിപരമായിട്ടും, അല്ലെങ്കിൽ 4 പേരിൽ നിന്ന് കൂടി പറയുന്ന അതേ രീതിയിൽ അദ്ദേഹം
ഈ ചാനലിൽ കൂടെ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രശ്നം. അറിഞ്ഞില്ലേ? അതായത് ഈ പറയുന്നത് എവിടെയാണെങ്കിലും രേഷ്മ, നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ 4 പേരോട് പറയുകയാണെങ്കിലും ഒരു ചാനലിലൂടെ പറയുകയാണെങ്കിലും, കാര്യം ഒന്നാമത്തെ കാര്യം ഒരു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആർക്കും നടക്കുന്ന കാര്യമാണ്. പറയുന്നതാണെങ്കിലും ഈ പറയുന്നതിന്റെ വികാരവും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരാൾ ഞാൻ നിന്നെ കൊല്ലുവടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കിട്ടിയാൽ അയാളെ കൊല്ലുവെന്നല്ല അതിന്റെ അർത്ഥം, എന്നല്ല. അത് അദ്ദേഹം ഈ യൂട്യൂബിൽ ഒരു 15 പേര് കാണുന്നുണ്ടെങ്കിൽ ആ 15 പേരിൽ ഒരു 2 പേർക്കെങ്കിലും അവരെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ തോന്നുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിച്ചു പോയാൽ എവിടെ എത്തും? എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഈ പറയുന്നത് യൂട്യൂബിൽ കൂടെയാണ്, ഇത് ഡോക്യുമെന്റഡ് ആവും. അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയല്ല, എക്സ്റ്റംബറായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ ഏതാണ്ട് 1/4 മണിക്കൂറുള്ള ഒരു വീഡിയോയിൽ ഒരു കഷ്ടിച്ച് 1 മിനിറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ആ ഫ്ലോയിൽ അങ്ങോട്ട് വന്ന സംഭവമാണത്. അപ്പം അത് അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ഒരു വ്യക്തി പറയുന്ന ഓരോ വാക്കുകളും ഇവിടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇനിയും മറ്റൊരു കാര്യം പറയട്ടെ രേഷ്മ. ഇവിടെ നമ്മുടെ കേരളത്തിലൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങളോട് കളിക്കാൻ വന്നവരെ ഞങ്ങൾ തല്ലിക്കൊന്നു, കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, വെടിവെച്ചു കൊന്നു, ഇനിയും ഞങ്ങൾ കൊല്ലും എന്നൊക്കെ പബ്ലിക്കായിട്ട് പ്രസംഗിച്ച ഒരു വ്യക്തി 5 വർഷം ഇവിടെ നാട് ഭരിച്ച മന്ത്രിയായിരുന്നു. എം മണി, ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? ഇപ്പോഴും ഈ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമില്ല, അവിടെ ഉടുമ്പൻചോലയിൽ അവിടെ കൊണ്ട് തോറ്റു കഴിഞ്ഞപ്പോൾ സർക്കാർ ഞങ്ങൾ കൊടുത്ത സാധനം മേടിച്ചോണ്ട് നക്കിക്കൊണ്ട് മറ്റവന് വോട്ട് ചെയ്യാതിരുന്ന്, ഇതൊക്കെ പറഞ്ഞൊരു മന്ത്രിയായിരുന്നു, ജനപ്രതിനിധിയും മന്ത്രിയുമാണ്. അതിന് ഇത് ചോദിച്ചത് പറഞ്ഞു, അത് മണിയാശാന്റെ ആ ഒരു ശൈലീപരമായ കൊളോക്കിയലായിട്ടുള്ള ഭാഷ, ഇതും നമ്മുടെ മുമ്പ് നടന്ന കാര്യമാണ്. മുമ്പ് നടന്ന ഓരോ സന്ദർഭങ്ങളിൽ ഇവിടെ CPM-ന്റെ നേതാക്കന്മാർ സംഘർഷവേളകളിൽ ഉയർത്തിയിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള, അതായത് വധഭീഷണി അടക്കം ഉയർത്തിയിട്ടുള്ള, വേണ്ടി വന്ന പോലീസ് സ്റ്റേഷനിലും ബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു രേഷ്മ. സാർ, അവിടെയാണ് ഈ മണി പറഞ്ഞതിന് അവരുടെ പാർട്ടിക്കുള്ളിലെ ആളുകൾ പോലും പറഞ്ഞു അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അവരുടെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നോ? അതിനപ്പുറത്തേക്ക് ഇവിടെ അറസ്റ്റ് നടന്നോ? കേസുണ്ടായിരുന്നോ? അറസ്റ്റ് അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്ന ഒരു RSSO സംഘപരിവാറോ BJP-യോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏതെങ്കിലും പറയുകയാണെങ്കിൽ RSS പബ്ലിക്കായിട്ട് പ്രസ്താവന ഇറക്കിയല്ലോ, പത്രക്കുറിപ്പ് ഇറക്കിയല്ലോ. ടി.ജി. മോഹൻദാസിന്റെ അഭിപ്രായങ്ങൾ RSSന്റെ അഭിപ്രായമല്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തികൾ, അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത് ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമുക്കറിയാം കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാൾ ഒരു വിഷയം പറയുമ്പോൾ ഈ പത്രക്കുറിപ്പ് എത്ര പേരിലെത്തും? അതേസമയം അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് സ്വന്തം അടിയിൽ ഒരാൾ വന്നിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെ പോലും ഒരു മനുഷ്യൻ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞതിനോടുള്ള വിയോജിപ്പ് ഈ സംഘപരിവാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ധാരാളം വന്നിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പബ്ലിക് പേഴ്സണാലിറ്റീസ് ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് സെലക്റ്റീവ് ആകുന്നു എന്നുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം മണി പറഞ്ഞു, അതിനോട് വിമർശിച്ചു, അദ്ദേഹത്തിനെതിരെ കേസ് വന്നോ? അദ്ദേഹത്തിനെതിരെ പിന്നീടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. ഇത് പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ. അതായത് സംഘപരിവാർ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വാക്കുകളും അവരെത്രമാത്രം സൂക്ഷിച്ച് 100 വട്ടം ചിന്തിച്ച് ഉപയോഗിക്കണം എന്നുള്ള വലിയൊരു പാഠം ഇവിടെയുണ്ട്. കാര്യം ഒരു വാക്ക് മതി, വാവിട്ട് പോകുന്ന ഒരു വാക്ക് മതി ഇത് പിന്നീട് വർഷങ്ങളോളം കടന്ന് കത്താൻ. അത് സംഘപരിവാറിന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ അതും നമ്മൾ കാണാതിരുന്നു. പിന്നെ ഈ സ്ത്രീ പരാമർശം, സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനില്ല, അദ്ദേഹം അതിൻ്റെ അകത്ത് പറഞ്ഞാണ് ചില സ്ത്രീകൾക്ക് റേപ്പ് ഇഷ്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്
അദ്ദേഹം ശരിക്കും പറഞ്ഞത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു നോവലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മലമുകളിലെ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു നോവലിന്റെ ആ നോവൽ അവസാനിക്കുന്ന ഭാഗത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മലമുകളിൽ കയറി നിന്ന് എന്നെ റേപ്പ് ചെയ്യും എന്ന് ഒരു ഭാവനാത്മകമായ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അവിടെ നടന്ന ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു അവിടെ ഉയർന്ന പ്ലക്കാർഡുകളും ബാനറുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു വാക്ക്, എനിക്കത് രേഷ്മയോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എഫിൽ തുടങ്ങി കെയിൽ അവസാനിക്കുന്ന ആ വാക്ക്. അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ച പെൺകുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ധാരാളം ചില പെൺകുട്ടികൾ ഞാൻ കണ്ടതാണ്, ക്യാമറ കണ്ടതാണ്. അവർ മേൽവസ്ത്രം ഇങ്ങനെ ഉയർത്തി ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് ഇങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ തപ്പിയെടുത്ത് തരാം. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഫോണിൽ ഞാൻ വീഡിയോ ഒന്നും ഞാൻ സൂക്ഷിക്കാറില്ല. കാര്യം എൻ്റെ ഫോണിന് ലോക്കും ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മോളും ഒക്കെ എടുത്ത് പെരുമാറുന്ന ഫോണാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ വെക്കാറില്ല. ഞാൻ ഈ ജന്തർ മന്ദറിൽ നടന്ന ഇങ്ങനെ ഒരു വീഡിയോ ഞാനോ എന്റെ സുഹൃത്തുക്കളോ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ തപ്പിയെടുത്ത് തരാം. ഞാനത് അതെനിക്ക് കിട്ടിയിട്ട് കിട്ടുമ്പോൾ ഞാൻ അത് അയച്ചു തരാം. ഞാൻ കണ്ടതാണ് രേഷ്മ. എന്തിനാ ഞാൻ കള്ളം പറയുന്നത്? ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞു അത് നോക്കട്ടെ. വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥികളെ എന്തായാലും സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. സമരത്തിന്റെ ഭാഗമായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സമരത്തിന്റെ ഭാഗമായിട്ട് നിന്ന പോലീസുകാരിൽ എത്രയോ നെയിം പ്ലേറ്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പം CRPFന്റെ ടീമില് ഒരു വടി കുത്തി നിൽക്കുന്ന അപ്പൂപ്പൻ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നത് രേഷ്മ കണ്ടില്ലായിരുന്നോ? അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. CRPFൽ 60 വയസ്സ് വരെയാണ് റിട്ടയർമെന്റ്. ഈ മനുഷ്യൻ രാജസ്ഥാൻകാരനായ ഈ മനുഷ്യൻ 58, 52, 59 ഈ അടുത്ത 6-7 മാസം കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആണ്. 59 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാൾ അപ്പൂപ്പനായിരിക്കും. അയാൾക്ക് പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും, തല നരച്ചിട്ടുണ്ടാവും. റിട്ടയർമെന്റിന് മുമ്പാണ് അയാൾ. ഇനി റിട്ടയർ ചെയ്യാൻ സമയമുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഈ യൂണിഫോം ഇല്ലാത്ത ആളുകൾ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചില്ലായിരുന്നു. അല്ല, യൂണിഫോം അല്ലാതെ മഫ്തിയിലും പോലീസുകാരുണ്ടായിരുന്നു അവിടെ. എപ്പോഴും എല്ലായിടത്തും ആയിക്കോട്ടെ. അതൊക്കെ നമുക്ക് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണത്. അതൊക്കെ ഇനി എന്ത് തന്നെയായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ അല്ലല്ലോ ചോദ്യപേപ്പർ മോഷ്ടിച്ചത്. അല്ല, ധർമ്മേന്ദ്ര പ്രധാനോ അദ്ദേഹത്തിന്റെ ഓഫീസോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ അല്ല. പക്ഷെ ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അപ്പോ ഇവിടെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ആ സമരത്തിന്റെ നേതൃത്വക്കാർക്കും ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ രേഷ്മ? ഈ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രമല്ല, എല്ലായിടവും വേണം. അവരുടെ കൺട്രോളിലല്ലായിരിക്കാം, ശരിയാണ്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതിന്റെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വളരെ സമാധാനപരമായിട്ടാണ്. ആരെയും തല്ലുകയോ ചതയ്ക്കുകയോ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ച് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല അവർ ഈ ഒരു സമരം നടത്തിയത്. അവിടെയാണ് വ്യത്യസ്ത നടപടികൾ. ഞാൻ പറയാം, ജൂൺ പകുതിയിൽ, ജൂൺ 20 മറ്റോ തുടങ്ങിയതാണ് അവിടുത്തെ സമരം. സോനം വാങ്ചുക്ക് നിരാഹാരം ആരംഭിക്കുന്നത് എന്നാണ് ജൂൺ 27 മറ്റോ ആണ്. ഈ ജൂലൈ 18 വരെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ജൂലൈ 18 വരെ അവിടെ യാതൊരു ഇഷ്യൂവും ഉണ്ടായിരുന്നില്ല. ഇഷ്യൂ എവിടെ നിന്നാണ് തുടങ്ങിയത്? ജൂലൈ 20 പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോകും. ആ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പം ഇവർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പറയുന്നു. പാർലമെന്റ് എന്ന് പറയുന്ന അതിസുരക്ഷാ മേഖലയാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷം പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പാർലമെന്റും പരിസരവും മുഴുവനും 144 അവിടെ വളരെ ഹൈ സെക്യൂരിറ്റി സോണാണ്. ഒരു ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് പ്രകടനങ്ങളോ കാര്യങ്ങളോ അതിക്രമിച്ച് കടക്കാനോ പറ്റില്ല. അത് ചെയ്യാൻ പാടില്ല. അത് ബലം പ്രയോഗം.
സമയത്തേക്ക് തന്നെ ഈ പ്രതിഷേധം നടത്താൻ കാരണം ഈ 18 ദിവസം നടന്നിട്ടും അവർക്ക് യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കോ തീരുമാനങ്ങൾക്കോ ഒന്നും തന്നെ വഴങ്ങാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നടപടി എടുക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആ ഓക്കെ, ഒരു നീക്കത്തിലേക്ക് പോയത്. അല്ല എന്ത് തന്നെയാലും ഒരു കാര്യമുണ്ട്, ഒരു സമരം നിയമവിരുദ്ധമായ രീതിയിൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞത് പോയിന്റ് ഒക്കെയാണ്, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ഒരു സമരം അക്രമാസക്തമാകാൻ പാടില്ല. ആ അക്രമാസക്തമാകുമ്പോൾ അവിടെ അതിൻ്റെ ആക്ഷൻ ഉണ്ടാകും, പോലീസ് ആക്ഷൻ ഉണ്ടാകും. ആ പോലീസ് ആക്ഷന്റെ ഭാഗമായിട്ട് ലാത്തിചാർജ് നടന്നെന്നിരിക്കും, ചിലപ്പോൾ വെടിവെയ്പ്പ് നടന്നെന്നിരിക്കും. ആ ലെവലിലേക്കൊന്നും പോയിട്ടില്ല. അതൊക്കെ ഉണ്ടാവും. അത്രയും ദിവസം സമാധാനപരമായി നടന്ന സമരം എങ്ങനെയാണ് ആ ഒരൊറ്റ ദിവസം അക്രമാസക്തമായി മാറിയത്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. അല്ലാതെ തുടക്കത്തിൽ ജൂൺ 20 അവർ അവിടെ വന്നു, എന്തായിരുന്നു അവർ സമരത്തിന് ഇവിടെ ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധം നടത്താൻ മുൻകൂട്ടി അനുവാദം വാങ്ങണം. അതിനുള്ള സ്ഥലമാണത്. അവർ അനുവാദം വാങ്ങിയിരുന്നില്ല, പക്ഷെ അവരെ പ്രതിഷേധിക്കാൻ അനുവദിച്ചു. സോനം വാങ്ചുക്ക് അവിടെ വന്ന് നിരാഹാരം കിടന്നു, ഇതെല്ലാം ചെയ്തു. ഈ പറഞ്ഞ പോലെ ഒരു മാസത്തിനടുത്ത് ഒടുവിൽ ആ സോനം വാങ്ചുക്ക് ഇപ്പൊ ഇവരെ തള്ളിപ്പറയുകയാണ്, കോൺഗ്രസിനെയും പ്രതിപക്ഷങ്ങളെയും പറയുകയാണ്. അത് ഇപ്പോൾ ഇവരോട് സംഭാഷണം നടത്തണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒക്കെ ചോയ്സാണ്. അതിൻ്റെ അകത്തെ ശരി തെറ്റുകളൊക്കെ നമുക്ക് വേറെ ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഈ സമരം വയലന്റ് ആയപ്പോഴാണ് അവിടെ പിന്നീട് ഈ ലാത്തി ചാർജും ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. ഇതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാം, ഇതൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ വശവും കേൾക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഇപ്പം ഇദ്ദേഹത്തിന്റെ കാര്യം, ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഇതെല്ലാം ഇങ്ങനെയുള്ള ബാനറുകളും പ്ലക്കാർഡുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതും ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയും ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞാനിതിനെ നമ്മൾ ഈ ഈക്വലി ട്രീറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം, അതായത് സെലക്റ്റീവ് ആകുന്നതിന്റെ വിഷയമാണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത്. പണ്ട് EK നായനാര് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. പുള്ളി അമേരിക്കയിലോ എവിടെ ഇങ്ങോട്ട് പോയിട്ട് വന്നു, ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് ചായ കുടിക്കുന്നത് പോലെയാണ് റേപ്പ്. വേറൊരു മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാമോ? പെണ്ണുള്ളിടത്ത് പെൺവാണിഭം ഉണ്ടാകും, അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നും. VS അച്യുതാനന്ദൻ പെണ്ണുള്ളിടത്ത് പെൺവാണിഭം ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. അതുപോലെ ഈ കുറച്ച് നാൾ മുമ്പാണ് ഈ കോൺഗ്രസിന്റെ MP, എറണാകുളം MP ഹൈബി ഈഡന്റെ ഭാര്യ ഏതോ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, കോണ്ടക്സ്റ്റ് വ്യത്യാസമാണെന്നൊക്കെയാണ് പറയുന്നത്, ഇനി എന്തോ ആയിക്കോട്ടെ, പറഞ്ഞതാണ് റേപ്പ് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുക. റേപ്പ് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻജോയ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്ക് രേഷ്മ. ഇതിനെയൊക്കെ നമ്മുടെ കേരള മാധ്യമങ്ങളും എത്ര ചർച്ച ചെയ്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, TG മോഹൻദാസ് പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി അങ്ങനെയുള്ള പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യം, എനിക്കത് തുറന്നു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹമായിട്ട് പേഴ്സണലായിട്ടുള്ള നല്ല ബന്ധം എനിക്കുണ്ട്. എന്നാൽ പോലും അത് വേറെ കാര്യം. പക്ഷേ ഈ മോഹൻദാസിനോട് കാണിച്ച ആ ഒരു ട്രീറ്റ്മെന്റ് ആണോ, രീതിയാണോ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ പോലെ ഹൈബി ഈഡനോടും EK നായനാരോടും VS അച്യുതാനന്ദനോടും ഒക്കെ കാണിച്ചത്? ഇതൊരു അനീതിയല്ലേ? ഈ പറഞ്ഞ MM മണി പറഞ്ഞത് നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. അവിടെ സമരം ചെയ്യുന്ന എന്തോ പ്രതിഷേധിച്ച പാവപ്പെട്ട സ്ത്രീകൾ, അവരൊക്കെ മറ്റേ പണിക്ക് പോകുന്നവരാണ്. ഇനി മറ്റേ പണി എന്നത് ആഭാസമാണോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഡിക്ഷണറി മീനിങ് ഒക്കെ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുമല്ലോ, പണ്ട് എന്താണ് ശുംഭൻ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവർ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ഈ അനീതി അല്ലെങ്കിൽ സാമൂഹ്യ നീതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സെലക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.
ഈ തെറ്റ് ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ തെറ്റ് അതാണ്. പറയുന്നവർ തെറ്റ് തന്നെയാണ് എന്നത് തന്നെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും ഈ 11 ദിവസം വരെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകാതിരുന്നത്? ഇനി ഒരു ചോദ്യം കൂടി. ഒരു പക്ഷേ ഈ സ്ത്രീ പരാമർശം ഏതെങ്കിലും വനിതാ യുവമോർച്ച ആളുകളെ ഉദ്ധരിച്ചോ, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചോ, അല്ലെങ്കിൽ അവർ സമരം ചെയ്യുന്ന ഭാഗത്തെ കണ്ടുകൊണ്ട് മറ്റൊരു വ്യക്തി ഇത് നടത്തിയിരുന്നെങ്കിൽ ആ വ്യക്തി ജയിലിലായിരുന്നേനെ, അല്ലേ? ഇല്ല, ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. ഒന്ന് ആദ്യത്തേന്ന് പറയാം, എന്തുകൊണ്ട് ഈ 15 ദിവസം വൈകി എന്നാണ്. ഇത് പോലീസിനും അറിയാം, ഇത് നിലനിൽക്കുന്ന കേസല്ല, ഇത് നിലനിൽക്കില്ല, നിലനിൽക്കാത്ത കേസാണ്. പിന്നെ ഈ കണ്ടമാനം പൊളിറ്റിക്കൽ പ്രഷറും ഇങ്ങനെ കാര്യങ്ങൾ വന്ന സമയത്ത് അവർക്ക് ഇവിടെ ഒരു ബാലൻസ് കേനായി കളിച്ചേ പറ്റുള്ളൂ. ആ നിവർത്തികേട് കൊണ്ടാണ് ഈ ഇതിന്റെ അറസ്റ്റ് ചെയ്തത്. അല്ലാതെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മെറിറ്റില്ല. നമുക്ക് വിമർശിക്കാം, രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികമായിട്ടും നമുക്ക് അതിനോട് പ്രതിഷേധിക്കാം, വിമർശിക്കാം എന്നുള്ളതല്ലാതെ ഈ നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവിടെ ധാർമ്മികതയല്ല, അവിടെ നിയമത്തിന്റെ കണ്ണുകൾ വേറെയാണത്. അതുകൊണ്ടാണ് പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്നത്. അത് പക്ഷേ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് തന്നെ നാണം കിട്ടും. അതല്ലേ സംഭവിച്ചത്. അതിൻ്റെ അകത്ത് മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ വാസ്തവം. പിന്നെ രേഷ്മ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? വേറെ ഒന്നുകൂടെ ചോദിച്ചാൽ ഇതിന്റെ ഒപ്പം. എന്തുകൊണ്ടാണ് ഈ ഒരു ഇത് ഇത്രയും നാൾ എടുത്തതും, അത് മാത്രമല്ല യുവമോർച്ച സ്ത്രീകളെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ മറ്റൊരു വ്യക്തി ജയിലിൽ പോകില്ലായിരുന്നു. ഇല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളോ അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന പരാമർശങ്ങളെ എങ്ങനെയെല്ലാം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യും. അത് യുവമോർച്ച എന്നോ CPM എന്നോ BJP എന്നോ കോൺഗ്രസോ ഒന്നും പറ്റില്ല. അവരുടെ കയ്യിൽ കിട്ടിയ രാഷ്ട്രീയ ആയുധം അവര് എത്രത്തോളം വിദഗ്ധമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതവർ യൂസ് ചെയ്യും. അതിനകത്ത് മെറിറ്റ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ഇപ്പൊ ഇതേപോലൊരു പരാമർശം, ഇപ്പൊ ഞാൻ പറയുകയാണ്, തുറന്നു തന്നെ പറയുന്നത്, ഇതേപോലൊരു പരാമർശം CPM-ന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ നേതാവായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഈ ബഹളം മുഴുവൻ ഇവിടെ BJP ഉണ്ടാക്കുമായിരുന്നു. അതിലൊന്നും തർക്കമൊന്നുമില്ല. ബഹളം മാത്രമല്ല, സ്പോട്ടില് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും ഉണ്ടായേനെ. കാരണം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. കേരളത്തിലല്ല, ഡൽഹിയിൽ ഈ ഒരു പ്രതിഷേധം നടന്നിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഈ BJP പ്രവർത്തകരെയാണ് പറഞ്ഞെങ്കിൽ അത് നേരെ കേന്ദ്രവും കൂടി ഇതിൽ അന്വേഷിക്കത്തില്ലേ? ചിലപ്പോ അതൊക്കെ നടന്നു വരും. അതൊക്കെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും രാഷ്ട്രീയമുണ്ടെന്നേ. ചവിട്ടി നിൽക്കുന്ന ഭൂമിയിലും ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും വരെ രാഷ്ട്രീയവും രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ ആരും ഇക്കാര്യത്തിൽ അത്ര വലിയ മുമ്പിലും പുറകിലും ഒന്നും അല്ല. പിന്നെ കിട്ടുന്ന അവസരങ്ങൾ ആർക്കാണ് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക അവരത് ഉപയോഗിക്കും. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ CPM-ഉം കോൺഗ്രസ്, ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. CG മോഹൻദാസിന്റെ കേസിൽ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ കോൺഗ്രസ് അവരൊരു വലിയ അവരുടെ തന്നെ ഒരു നറേറ്റീവിന്റെ അടിമയായി പോയി. എന്താ പറഞ്ഞാല് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ കെട്ടിപ്പൊക്കിയ വലിയൊരു നറേറ്റീവ് ഉണ്ട്. എന്താണ്? ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഭയങ്കര ഡീലാണ്. ഈ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടില്ല. അത് ഇവർ തമ്മിലുള്ള ഡീലാണ്. ADGP അജിത് കുമാർ RSSന്റെ നേതാവിനെ കാണാൻ പോയി, അത് ഡീലാണ്, ഇത് ഡീലാണ്, ഇങ്ങനെ അതിൻ്റെ അകത്ത് വലിയൊരളവോളം അവർ വിജയിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് വിജയിച്ചിട്ടുമുണ്ട്. ഈ അവർ നേടിയ ഈ ഇപ്പോഴത്തെ അസംബ്ലി ഇലക്ഷൻ വിജയത്തിൽ ആ നറേറ്റീവിന് വലിയ പങ്കുമുണ്ട്. ഇതിനെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ CPM-നോട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് BJP-ക്ക് ഇതൊരു വിഷയമേ അല്ല. നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞു എന്നുള്ളതാണ് BJP-യുടെ വിഷയം. പക്ഷേ ഈ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അവർ തുറന്നു വിട്ട ആ ഭൂതം ഇവരെ തിരിച്ചു വിഴുങ്ങാൻ തുടങ്ങി. ഈ സംഭവം, ഇതേ ആയുധം കോൺഗ്രസ് CPM-ന് നേരെ ഉപയോഗിച്ച അതേ ആയുധം CPM തിരിച്ചടിക്കാൻ തുടങ്ങി. നോക്കുന്നിടത്ത് മുഴുവൻ ഇവർക്കിട്ട് തടയാനും പറ്റുന്നില്ല. കാര്യം ഇവർ തന്നെയാണ് ഇതിനെ തുറന്നു വിട്ടത്. ഇങ്ങനൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ. അതൊരു ഫ്രാങ്കൻസ്റ്റീൻ എഫക്റ്റാണ്. ആ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയേ പറ്റുള്ളൂ. അതായത് ഇവർ തമ്മിൽ ഇവിടുത്തെ ഒരു സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു വലിയ
മത്സരമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഐറ്റം. ഇതിൻ്റെ അകത്ത് ആരാണ്ട് ഗപ്പടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം അതിൻ്റെ അകത്ത് വിജയിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ഒരു 3 മാസം മുമ്പ് വരെ. ഇനി അത് ഇവർ തിരിച്ചു പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ PM ശ്രീയുടെ കാര്യത്തിലും ഓരോ കാര്യത്തിലും നമ്മളിത് കാണുകയാണ്. ഈ അധികാരത്തിന് പുറത്തിരുന്ന സമയത്ത് എന്തും പറയാം, ആ പറഞ്ഞത് മുഴുവനും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവത്തിന്റെ ആ ഒരു അങ്കലാപ്പിന്റെ ഒരു ഇരയും കൂടിയാണ് ഇപ്പം ഈ TG മോഹൻദാസ് എന്ന് പറയുന്നത്. അവർക്കത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ RSSനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളമുണ്ട്. അതിന്റെ ഭാഗമാണ് അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. ഈ നറേറ്റീവിന്റെ തടവുകാരും അടിമകളുമായി പോയി ഈ കോൺഗ്രസ് ഇപ്പോൾ. അതാണ് ഒരു നിസ്സഹായാവസ്ഥയും കൂടെ. കോൺഗ്രസിൽ ഈ ഒരു വിഷയം നടക്കുമ്പോഴും സംഘപരിവാറിനകത്ത് മറ്റൊരു വിഷയം നടക്കുന്നുണ്ട്. കാരണം സംഘപരിവാർ സംഘടനകളെ തീവ്രവാദി പ്രസ്ഥാനങ്ങളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് മോഹൻ ഭഗവതിനെയും മിലിഡൻ പാരഡേയും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമിത്ഷായ്ക്ക് കത്ത് നൽകിയത് ഒരു RSS നേതാവാണ്. അയോധ്യ വിഷയത്തില് BJP RSSും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. RSSന്റെ ഒരു മുൻ പ്രചാരകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടു. ഇതിൻ്റെ അകത്ത് ഞാനും അത് വായിച്ചു. RSSന്റെ നേതാവൊന്നുമല്ല, RSSന്റെ ഒരു മുൻ അത് പറയാനുള്ള ശരി, അദ്ദേഹത്തിന് അതൊക്കെ പറയാനുള്ള അവകാശമൊക്കെ നമ്മുടെ നാട് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യട്ടെ, അത്രയില്ലാതെ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗുരുതര ആരോപണമല്ലേ? ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളായിട്ട് അതിനെ പ്രഖ്യാപിക്കണം. ബജറംഗ് ദള്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഭീകരവാദികളാണ്, ഭീകര പ്രസ്ഥാനങ്ങളാണെന്നുള്ള ആരൊക്കെ എവിടെല്ലാം പറഞ്ഞു നടക്കുന്നുണ്ട് ഇപ്പോഴും. ഈ ഭരിക്കുന്ന നാട് അല്ല, സ്വന്തം അണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പൊ ഇതെവിടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു മുൻ പ്രചാരക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരാള്, അതായിരുന്നു സുധീഷ് മിന്നി. അയാള് CPMന്റെ അകത്ത് പോയി കഴിഞ്ഞു. ഞാൻ RSSന്റെ മുൻ പ്രചാരക്കാണ്, ചാലക്കുടി ജില്ലയുടെ പ്രചാരക്കായിരുന്നു. RSS എന്നെ ഇവിടേക്ക് വിളിച്ച് എന്നെ ബോംബ് നിർമ്മാണമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ ഇവിടെ പറഞ്ഞ് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായത്. രേഷ്മ, എനിക്ക് കഴിഞ്ഞ ഏകദേശം ഒരു 4 പതിറ്റാണ്ടിലേറെയായി, ഒരു പക്ഷേ രേഷ്മയുടെ പ്രായത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. RSSന്റെ ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ ഇന്ന് വരെ ഒരു ബോംബ് കണ്ടിട്ട് പോലും ഇല്ല.